എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായി ഞാൻ ശ്രീഷ്മ. യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യൂ. ഇന്ന് ഞാൻ നന്ദിയുടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആരാണ് നന്ദി? ശിവൻ്റെ പ്രിയപ്പെട്ട ഭക്തനും പിന്നെ വാഹനം കൂടിയാണ് നന്ദി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശിവൻ്റെ എല്ലാ അമ്പലങ്ങളിലും നന്ദിയുടെ ഒരു പ്രതിമയോ വിഗ്രഹമോ കാണാൻ കഴിയും. ചില ഭക്തർ നന്ദിയുടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ടാകും. അതെന്തിനാണ് അങ്ങനെ നന്ദിയുടെ ചെവിയിൽ സംസാരിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരു നല്ല കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ അതിനെക്കുറിച്ചുള്ളതാണ്. നമുക്ക് കഥയിലോട്ട് പോകാം. പണ്ട് ശിവനും പാർവതിയും വളരെ കഠിനമായ തപസ്സിലിരിക്കുകയായിരുന്നു. ശിവപാർവതിയുടെ തപസ് കണ്ട് നന്ദിയും അവരുടെ കൂടെ തപസ്സിലിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 പേരും ഘോരമായ തപസ്സിലിരുന്നു. അങ്ങനെ ഒരു ദിവസം ശിവന്റെ ശത്രുവായ ജലന്ധാസുരൻ ആ വഴി വരികയുണ്ടായി. 3 പേരുടെയും തപസ് കണ്ട ജലന്ധാസുരൻ അവിടെ നിന്നും പാർവതിയെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ കഠിന തപസ്സിലിരിക്കുന്നത് കാരണം ശിവനും നന്ദിയും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവന്മാർ ഇരിപ്പുണ്ടായിരുന്നു. ദേവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ പരിഭ്രമിച്ചിരിപ്പായി. ആ സമയത്ത് അവർ ഗണപതിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഗണപതി ഓടിച്ചെന്ന് ശിവനോട് ഈ വിവരങ്ങളെല്ലാം പറയാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ കഠിന തപസ് കാരണം ശിവന് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവിടെ നന്ദിയെ ഗണപതി കണ്ടത്. ഗണപതി നന്ദിയുടെ ചെവിയിൽ പോയി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട നന്ദി പെട്ടെന്ന് കണ്ണു തുറക്കുകയും ഓടിച്ചെന്ന് ശിവനോട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ശിവനും പെട്ടെന്ന് കണ്ണു തുറന്നു. അതിൽ പിന്നെയാണത്രേ, ശിവനോട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നന്ദിയോട് പറഞ്ഞാൽ ആ കാര്യം വേഗം തന്നെ സാധിക്കുമെന്ന് എല്ലാവർക്കും വിശ്വാസം വന്നത്. അതുകൊണ്ടാണത്രേ ശിവഭക്തർ എന്തു കാര്യസാധ്യത്തിനാണെങ്കിലും ആദ്യം നന്ദിയുടെ ചെവിയിൽ പറയുന്നത്. നന്ദി വേഗം തന്നെ അത് ശിവനിൽ എത്തിക്കുമെന്നാണ് എല്ലാ ഭക്തരുടെയും വിശ്വാസം. അടുത്ത കഥയുമായി ഞാൻ വേഗം തന്നെ വരാം. അത്രവരെ നിങ്ങൾ നമ്മുടെ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. താങ്ക് യു. ബൈ.